എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കരിഞ്ജീരകത്തെക്കുറിച്ചാണ്. എന്താണ് കരിഞ്ജീരകം? കരിഞ്ജീരകം ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു? എല്ലാ ദിവസവും കരിഞ്ജീരകം ഉപയോഗിക്കാൻ പറ്റുമോ? കരിഞ്ജീരകത്തിന് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ എന്നെല്ലാം നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. മഹാനായ പ്രവാചകൻ കരിഞ്ജീരകത്തെക്കുറിച്ച് നല്ല രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മരണമൊഴിച്ച് ബാക്കിയുള്ള എല്ലാ രോഗങ്ങളെയും നമ്മൾക്ക് മാറ്റിയെടുക്കാനുള്ള കഴിവ് കരിഞ്ജീരകം കഴിച്ചാൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ധൈര്യമായി കരിഞ്ജീരകം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അധികവും തേനും കരിഞ്ജീരകവും ചേർത്താണ് ഉപയോഗിച്ചാൽ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അകാല നര വരുന്നവർക്ക് കരിഞ്ജീരകത്തിന്റെ എണ്ണ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അകാല നരയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് എണ്ണകളെല്ലാം അവർ ഉപയോഗിച്ച് നോക്കി, പക്ഷെ അവർക്ക് കരിഞ്ജീരകത്തിന്റെ എണ്ണ ഉപയോഗിച്ചപ്പോൾ അവർക്ക് നല്ല വ്യത്യാസം കണ്ടുവന്ന്. താടി നരയ്ക്കുന്നതിനും കരിഞ്ജീരകം നല്ലതായിട്ട് കാണപ്പെടുന്നുണ്ട്. താടിയിൽ അകാല നര വരും, അപ്പോൾ കരിഞ്ജീരകം തേച്ചുകൊണ്ട് അരമണിക്കൂർ നിൽക്കുക, അപ്പോൾ നമ്മൾക്ക് നല്ല വ്യത്യാസങ്ങൾ അതിനകത്ത് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളെ ചർമ്മം നല്ല രീതിയിൽ ചുളിയുന്നു. അപ്പോൾ ദേഹത്തിന് മുഴുവൻ ചർമ്മത്തിന് ഒരുപാട് ഡാമേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചർമ്മം ഒരുപാട് ചുളിയുന്ന കാരണം നമ്മൾക്ക് ഒരുപാട് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും നമ്മളുടെ സ്കിന്നിന് ഒരു ഭയങ്കര ഡ്രൈനെസ് കാണുകയും ചെയ്യും. അപ്പോൾ കരിഞ്ജീരകത്തിന് ആൻറ്റി ഓക്സിഡന്റ് പവർ ഉള്ള കാരണം കരിഞ്ജീരകത്തിന്റെ എണ്ണ തേച്ച് കുളിക്കുന്നതും മുഖത്തു പുരട്ടുന്നതും മാസേജ് ചെയ്യുന്നതെല്ലാം വളരെ നന്നായിരിക്കും. വയർ സംബന്ധമായ അസുഖങ്ങൾക്ക് കരിഞ്ജീരകം നല്ല ഗുണം ചെയ്യുന്നുണ്ട്. ഗ്യാസ്, നമ്മൾക്ക് അതിഭയങ്കരമായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുമ്പോൾ ഉണ്ടാവുന്ന വോമിറ്റിംഗ് ടെംപ്റ്റേഷൻ, ഇതിനെല്ലാം കരിഞ്ജീരകം വളരെ നല്ലൊരു ഔഷധമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കരിഞ്ജീരകം നല്ല ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വരുന്നുണ്ട്, ശ്വാസമുട്ട് വരുന്നുണ്ട്, അത് എന്നും മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല. അവർക്കെല്ലാം കരിഞ്ജീരകം നല്ല ഗുണം ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലായ്മ, ഇതിന് കരിഞ്ജീരകത്തിന്റെ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലായ്മയ്ക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. കരിഞ്ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ട്, 1 ടീസ്പൂൺ വേണമെന്നില്ല, നമുക്കൊരു 2 to 3 grams ആയാലും മതി. അത് 1 ടീസ്പൂൺ തേനിൽ ചാലിച്ച് കഴിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് നല്ലൊരു പ്രതിവിധിയായി കാണപ്പെടുന്നുണ്ട്. പ്രസവശേഷം ഗർഭാശയ ശുദ്ധിക്ക് കരിഞ്ജീരകം വളരെ നല്ല ഒരു ഔഷധമാണ്. ഇത് പണ്ട് തുടങ്ങി നമ്മളെ മുത്തശ്ശിമാരുടെ കാലം കൂടെ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. കരിഞ്ജീരകം ശർക്കര കൂട്ടി കഴിക്കുന്നത് ഗർഭാശയ ശുദ്ധിക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ മുലപ്പാൽ വർധനയ്ക്കും കരിഞ്ജീരകം വളരെ നല്ലതാണ്. പ്രസവത്തിന് ശേഷം ഗർഭാശയം ചുരുങ്ങി മുൻനിലയ്ക്ക് വരാൻ കരിഞ്ജീരകം വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഇതിന് വളരെ ഫലപ്രദമായിട്ട് ഒരു മരുന്നായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാലാകാലങ്ങളായി നമ്മൾ മലയാളികൾ യൂസ് ചെയ്യുന്നിട്ടുണ്ട്. എന്തിനും അലർജി കിട്ടുന്ന ചില ആൾക്കാരുണ്ട്. അലർജി നന്നായിട്ട് വരുന്ന ആൾക്കാർക്കും ടോൺസിലൈറ്റിസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന ആൾക്കാർക്കും കരിഞ്ജീരകത്തിന്റെ പൊടി തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ല ഗുണം കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കരിഞ്ജീരകത്തിന്റെ എണ്ണ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട്, തൊണ്ടയുടെ ഈ ഭാഗത്തായിട്ട് പുരട്ടുന്നത് ഈ ടോൺസിലൈറ്റിസ് രോഗികൾക്ക് ഒരുപാട് ഗുണം കണ്ടെത്തി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നല്ല വ്യത്യാസം വരുന്നതായിരിക്കും. കുട്ടികൾക്കും വലിയവർക്കും ഉണ്ടാകുന്ന വിരശല്യത്തിന് കരിഞ്ജീരകം വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്.